la raggio sì, oh mi signore, la raggio sì, oh mi signore, la raggio sì, oh mi signore, la raggio sì, oh mi signore. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഈ വർഷം സെപ്റ്റംബർ 1 സൃഷ്ടിയുടെ പരിപാലന ദിവസമായി ലോകമെമ്പാടും ആഘോഷിക്കുകയാണ്. യഥാർത്ഥത്തിൽ 2015 നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ ലൗദാത്തോ സി എന്ന ചാക്രിക ലേഖനം എഴുതിയപ്പോൾ സ്ഥാപിച്ച ഒരു സെലിബ്രേഷൻ ആയിരുന്നു. എന്നാൽ ഈ വർഷം ലിയോ മാർപ്പാപ്പ ഈ ആഘോഷത്തെ ലിറ്റർജിക്കലായിട്ട് മാറ്റുകയും അതിനുവേണ്ടി സെപ്റ്റംബർ 1 പ്രത്യേക പ്രാർത്ഥനകളും കുർബാന ക്രമവും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ സൃഷ്ടിയുടെ പരിപാലന ആഘോഷങ്ങൾ സെപ്റ്റംബർ 1 തുടങ്ങി ഒക്ടോബർ 4 വരെ അത് നീണ്ടു നിൽക്കുകയാണ്. നമ്മൾ ക്രിസ്മസും ഈസ്റ്ററുമൊക്കെ ഒരു പീരിയഡിൽ ഘോഷിക്കുന്നത് പോലെ ക്രിസ്മസ് ഏകദേശം 4 ആഴ്ചയോളം, ഈസ്റ്റർ അതുപോലെ തന്നെ 50 ദിവസം നമ്മൾ ഈസ്റ്റർ ടൈം ആയിട്ടും അല്ലെങ്കിൽ ക്രിസ്മസ് ടൈം ആയിട്ട് ലിറ്റർജിക്കൽ സെലിബ്രേഷൻ ചെയ്യുന്നത് പോലെ ക്രിയേഷന് 33 ദിവസത്തെ കാലഘട്ടത്തിലാണ് നമ്മൾ ആഘോഷിക്കുന്നത്. 33 എന്ന സംഖ്യ ഒരു പൂർണ്ണതയുടെ സംഖ്യയാണ്. ഇത് പലപ്പോഴും പരിശുദ്ധ ത്രിത്വവുമായി ബന്ധപ്പെട്ട് നമ്മൾ വ്യാഖ്യാനിക്കുന്നു. അതേസമയം 30 എന്നത് ഒരു കാലഘട്ടത്തിന്റെ അല്ലെങ്കിൽ ഒരു പരീക്ഷണ കാലഘട്ടത്തിന്റെ പ്രതിസന്ധിയുടെ നമ്പറിനെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് തിയോളജിക്കലായിട്ട് 33 എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും നിറഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രത്യേക ഇടപെടൽ ഉണ്ടാകുന്നു എന്നതാണ് കാണിക്കുന്നത്. ഈശോ ഈ ഭൂമിയിൽ ജീവിച്ചതും 33 വർഷം. വാസ്തവത്തിൽ സൃഷ്ടിയുടെ രഹസ്യത്തെക്കുറിച്ച് ചിന്തിക്കാനും പഠിക്കാനും ധ്യാനിക്കാനും മതിയായ ഒരു സമയം നൽകുക എന്നതാണ് ഈ 33 ദിവസം അല്ലെ കാലയളവിൽ സഭ ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ സൃഷ്ടിയില്ലായിരുന്നുവെങ്കിൽ ഈശോയുടെ ജനനമോ ഉയർപ്പോ നമ്മൾ ആഘോഷിക്കുകയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ സൃഷ്ടി എന്നത് നമ്മൾ ആഘോഷിക്കേണ്ട ഒരു വലിയ ദൈവിക രഹസ്യമാണ്. ദൈവത്തിന്റെ നമ്മളോട് കാണിച്ച സ്നേഹത്തിന്റെ ആദ്യത്തെ നിഴലാണ്. 1989 മുതൽ ഓർത്തഡോക്സ് സഭയിൽ സെപ്റ്റംബർ 1 അല്ലെങ്കിൽ സെപ്റ്റംബറിലെ ആദ്യ ഞായറാഴ്ച ഈ തിരുനാൾ ആഘോഷിച്ചു വരുന്നു. ഓർത്തഡോക്സ് സഭയിൽ സെപ്റ്റംബർ 1 പുതിയ ആരാധനാക്രമ വർഷം തുടങ്ങുകയുമാണ്. ഈ ദിവസം അവർ എല്ലാ സൃഷ്ടികൾക്കും വേണ്ടി ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും വിശുദ്ധീകരണ തിരുനാൾ ആയാണ് അങ്ങനെ അവർ ഘോഷിക്കുകയും ചെയ്യുന്നത്. അതേസമയം നമുക്ക് ലാറ്റിൻ സഭയിൽ ആരാധനാക്രമ വർഷം ആരംഭിക്കുന്നത് ആഗമന കാലത്തിന്റെ ആദ്യ ഞായറാഴ്ചയും. ഒരു തിരുനാൾ അതിൻ്റെ കൃത്യമായ തീയതി അനുസരിച്ചല്ല നമ്മൾ ഘോഷിക്കുന്നതെന്ന് നമുക്കറിയാം. ചരിത്രപരമായ അർത്ഥത്തിലല്ല, ദൈവശാസ്ത്രപരമായ അർത്ഥത്തിലാണ്. തിയോളജിക്കൽ മീനിങ് ആണ് ഓരോ ലിറ്റർജിയുടെയും അടിസ്ഥാനം. അതിനാൽ സൃഷ്ടിയുടെ കൃത്യമായ തീയതിയെക്കുറിച്ച് നമ്മൾ എന്താണ് എന്ന് ഓർത്ത് വിഷമിക്കേണ്ടതില്ല. ഈ ആഘോഷത്തിന്റെ ഉദ്ദേശം സൃഷ്ടി ഏത് ദിവസമായിരുന്നുവെന്ന് ചർച്ച ചെയ്യുവാനല്ല, മറിച്ച് എല്ലാറ്റിനും ഒരു തുടക്കമുണ്ടെന്നും ദൈവമാണ് എല്ലാം സൃഷ്ടിച്ചുവെന്നും ദൈവം നമ്മുടെ സൃഷ്ടാവും രക്ഷകനുമാണെന്നും അതുകൊണ്ട് എല്ലാ ബഹുമാനവും മഹത്വവും ഈ ദൈവത്തിന് എപ്പോഴും നമ്മൾ കൊടുക്കണമെന്നും ഓർമ്മിപ്പിക്കാനാണ് ഈ തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നത്. സൃഷ്ടിക്കപ്പെട്ട എല്ലാറ്റിനും ഒരു തുടക്കവും അവസാനവും ഉണ്ടെന്നും അത് സമയത്തിൻ്റെയും സ്ഥലത്തിൻ്റെയും നിയമത്തിന് വിധേയമാണെന്നും നമുക്കറിയാം. അതായത് എല്ലാം ഒരു പൂർണ്ണമായ താളത്തിനനുസരിച്ച് ജനിക്കുകയും വളരുകയും മരിക്കുകയും ചെയ്യുന്നു. സൃഷ്ടി ദൈവസ്നേഹത്തിന്റെ ആദ്യ അവതാരം അല്ലെങ്കിൽ ആദ്യ പ്രകടനമാണ്. അത് ത്രിത്വ ദൈവത്തിന്റെ ജീവൻ കവിഞ്ഞൊഴുകുന്ന സ്നേഹമാണ്. ഒരമ്മ കുട്ടി ജനിക്കുന്നതിന് മുമ്പേ തൊട്ടിൽ അല്ലെങ്കിൽ കുട്ടിക്കുള്ള മുറി ഒരുക്കി ജനിക്കാനുള്ള കുട്ടിക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത് പോലെ നമ്മുടെ നല്ല ദൈവം മനുഷ്യന് ജന്മം കൊടുക്കുന്നതിന് മുമ്പേ എല്ലാം സൃഷ്ടിച്ചു. സൂര്യൻ, ചന്ദ്രൻ, മരങ്ങൾ, മൃഗങ്ങൾ, പക്ഷികൾ, സമയം, സാഹചര്യം, മാലാഖമാർ എല്ലാം ദൈവം മനുഷ്യനു വേണ്ടി സൃഷ്ടിച്ചു.
അതുപോലെ തന്നെ ജീവനുള്ളതിനെല്ലാം ഫലം കായ്ക്കുന്നതിനും പെരുകുന്നതിനും വേണ്ടി ദൈവം ഓരോന്നിനെയും അതിൻ്റെ തരതനുസരിച്ച് സൃഷ്ടിച്ചു. അതിനാൽ സൃഷ്ടിയുടെ ഫീസ്റ്റ് ആഘോഷിക്കുമ്പോൾ പ്രകൃതിയെയും ആകാശത്തെയും കടലിനെയും നോക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളെയും, പ്രപഞ്ചത്തെയും പ്രപഞ്ചത്തിലുള്ള എല്ലാറ്റിനെയും, സമയങ്ങളെയും സാഹചര്യങ്ങളെയും, ആദ്യം അന്ത്യം, കഴിഞ്ഞ കാലം, വർത്തമാനകാലം, വരാനിരിക്കുന്ന കാലം, എല്ലാറ്റിനെയും ഓർത്ത് നമ്മൾ ധ്യാനിക്കാനും ദൈവത്തെ സ്തുതിക്കാനുമായി ഉള്ള ഒരു അവസരമാണിത്. ഇതെല്ലാം ദൈവം നമുക്ക് ദാനമായി തന്നുവെന്ന് മനസ്സിലാക്കാനും ദൈവത്തെ സ്തുതിക്കാനുമുള്ള സമയമാണ്. കൂടാതെ 33 ദിവസത്തെ സൃഷ്ടിയെപ്പറ്റിയുള്ള ധ്യാനം എന്ന് പറയുമ്പോൾ നമ്മൾ അതിനകത്ത് 2 കാര്യങ്ങളാണ് സൃഷ്ടി എന്ന വാക്കിന് അർത്ഥം കൊടുക്കേണ്ടത്. ഒന്ന്, സൃഷ്ടി ഒരു സംഭവമായി, കർത്താവിൻ്റെ ആദ്യത്തെ പ്രവൃത്തി. മതസിദ്ധാന്തങ്ങളും മറ്റ് സയൻസ് പരമായുള്ള സിദ്ധാന്തങ്ങളും വിവരണങ്ങളും ഒന്നും പരിഗണിക്കാതെ തന്നെ പ്രപഞ്ചത്തിൻ്റെ ആരംഭം മുതൽ അത് ഒരു മഹാവിസ്ഫോടനമാകാം, അല്ലെങ്കിൽ ഒരു പരിണാമ സിദ്ധാന്തമാകാം, അല്ലെങ്കിൽ ഒരു വാക്കു പറഞ്ഞുകൊണ്ടാകാം. എങ്ങനെയാണെങ്കിലും എല്ലാറ്റിനും ഒരു ആദ്യമുണ്ട്. പ്രപഞ്ചത്തിൻ്റെ ആരംഭം, എല്ലാറ്റിൻ്റെയും ആദ്യം. അതാണ് ഒന്നാമത്തെ അർത്ഥം. രണ്ടാമത്തെ അർത്ഥം എന്ന് പറയുന്നത് സൃഷ്ടിയുടെ ഫലം. നമുക്ക് ഇന്ന് ഈ പ്രപഞ്ചത്തെ എങ്ങനെ കാണുന്നോ അത്, സൃഷ്ടിയുടെ പരിണിത ഫലം, അതാണ് പ്രപഞ്ചം. നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാക്കുകളിൽ സൃഷ്ടി എന്നത് ഒന്നുമില്ലായ്മയിൽ നിന്ന് ഈ ഗംഭീരവും മനോഹരവുമായ ഗ്രഹത്തെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ നിഗൂഢവും ഗംഭീരവുമായ പ്രവൃത്തിയെയും ഈ പ്രവൃത്തിയുടെ തുടർച്ചയായ ഫലത്തെയും സൂചിപ്പിക്കുന്നു. അത് ഒരു അക്ഷയമായ സമ്മാനമായി നാം അനുഭവിക്കുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ഉൽപ്പത്തി പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൻ്റെ വെളിച്ചത്തിൽ സൃഷ്ടിയുടെ പ്രവൃത്തി എന്നത് ദൈവം പറഞ്ഞു വെളിച്ചമുണ്ടാകട്ടെ. തൽഫലമുണ്ടായ പ്രപഞ്ചം അതാണ്. അത് വളരെ നല്ലതാണെന്ന് ദൈവം കണ്ടു. ആദിമ സൃഷ്ടിയുടെ പ്രവർത്തനത്തെയും കാലക്രമേണ അതിൻ്റെ വികാസത്തെയും കുറിച്ച് ചിന്തിക്കുകയും ദൈവം നമുക്ക് നൽകിയത് വളരെ നല്ലത് എന്ന് പറയുകയും ചെയ്യുക എന്നതാണ്. ഈ കാലത്ത് പൂക്കളുടെ സൗന്ദര്യം, പ്രകൃതിയുടെ എല്ലാ നിയമങ്ങളിലും അടങ്ങിയിരിക്കുന്ന പൂർണ്ണത എന്നിവയിലേക്ക് നോക്കാൻ നമുക്ക് ആർക്ക് സമയമില്ല. ലോകത്തിലെ ഏറ്റവും പുരാതന മതങ്ങളിലൊന്നായ ഹിന്ദു മതത്തിലെ പുണ്യഗ്രന്ഥങ്ങളിൽ ഋഗ്വേദയിൽ പ്രത്യേകിച്ച് പ്രപഞ്ചം സംഗീതക്കുറിപ്പുകളിൽ നിന്നും നൃത്തത്തിൽ നിന്നുമാണ് ജനിച്ചതെന്ന് പറയുന്നു. സംഗീതവും നൃത്തവും പൂർണ്ണത ഉൾക്കൊള്ളുന്ന കലകളാണെന്ന് നമുക്കറിയാം. വൈവിധ്യവും അതുല്യതയും ഒരുമിച്ച് നൃത്തം ചെയ്യുന്നു. ഒരു സംഗീതക്കുറിപ്പിന് അത് മറ്റു കുറിപ്പുകളുമായി യോജിപ്പിലും സംയോജിപ്പിലും പോകുന്നില്ലെങ്കിൽ അതിനർത്ഥമില്ല. നൃത്തം ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും മനസ്സിൻ്റെയും ഐക്യത്തിൻ്റെ പ്രകടനമാണ്. അതുകൊണ്ടാണ് ഹിന്ദു സൃഷ്ടാവായ ശിവൻ പ്രപഞ്ചത്തിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്ന ഒരു നർത്തകനായി മിക്കവാറും അവതരിപ്പിക്കാറുള്ളത്. ഡാൻസ് ശരീരത്തെയും ആത്മാവിനെയും മനസ്സിനെയും ബാലൻസ് ചെയ്തുകൊണ്ടുള്ള ഒരു മൂവ്മെന്റ് ആയതുപോലെ സൃഷ്ടി അതിൻ്റെ വൈവിധ്യതയിലും അതുല്യതയിലും ഒരുമിച്ച് നൃത്തം ചെയ്യുന്ന ഒരു വലിയ കലയാണ്. ഈ രീതിയിൽ ഉൽപ്പത്തിയുടെ ആദ്യ അധ്യായം വിവരിച്ചിരിക്കുന്നത് നമ്മൾ വായിച്ചാൽ നമുക്ക് അതിശയം തന്നെ തോന്നും. നമുക്കറിയാം, ഈ 1-ാമത്തെ അധ്യായം എഴുതിയത് ഇസ്രായേൽക്കാർ ബാബിലോണിയൻ പ്രവാസം അനുഭവിച്ചു കൊണ്ടിരുന്ന കാലത്ത് മാതൃരാജ്യവും ക്ഷേത്രവും മതപര ആചാരങ്ങളും സാബത്ത് ആചാരങ്ങളും എല്ലാം വളരെയധികം ആഗ്രഹത്തോടെ തൻ്റെ രാജ്യത്തിൽ നിന്നും ദൂരെയായതിനാൽ ഇതൊന്നും പാലിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ അവർ തിരിച്ചു വരുമ്പോൾ ഇതെല്ലാം ഒന്നുകൂടി ആവിഷ്കരിച്ച് ജീവിക്കാനുള്ള ആഗ്രഹത്തോടുകൂടി വരുന്ന ആ സമയത്ത് എഴുതുന്നതാണ് 1-ാമത്തെ അധ്യായം. എന്നാൽ ദൈവവചനം പ്രചോദിതമായതിനാലും പരിശുദ്ധാത്മാവാണ് അതിൻ്റെ രചയിതാവ് ആയതിനാൽ അത് എല്ലാ കാലങ്ങൾക്കും സ്ഥലങ്ങൾക്കും ആൾക്കാർക്കും വേണ്ടി എഴുതിയതായതിനാൽ ഇതിനകത്ത് വളരെ മുത്തുമണികൾ പതുങ്ങിയിരിക്കുന്നത് നമുക്ക് കാണാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം തുടങ്ങുന്നത് തന്നെ ദൈവം ഒരു സ്വരം പുറപ്പെടുവിച്ചു, റൂഹ,
ആത്മാവ് എന്നത് ഒരു സ്വരം ആണ്. സ്വരത്തിൽ നിന്നുമാണ് ഉണ്ടാകുന്നത്. ദൈവം പറഞ്ഞു, എല്ലാം ഉണ്ടായി. വചനം സ്വരമാണ്. ആ വചനത്തിൽ നിന്നുമാണ് എല്ലാം ഉണ്ടാകുന്നത്. എല്ലാം സൃഷ്ടിച്ച പിതാവായ ദൈവത്തിന്റെ വചനം, ആ വചനമാണ് എല്ലാം ക്രമത്തിലും പൂർണ്ണതയിലും വരുത്തിയത്. ദൈവം ക്രമവും പൂർണ്ണതയുമായതിനാൽ ദൈവം സൃഷ്ടിക്കുന്നതെല്ലാം ആ ക്രമത്തിലും ആ പൂർണ്ണതയിലുമാണ്. 7 ദിവസത്തിനുള്ളിൽ ദൈവം എല്ലാം സൃഷ്ടിച്ചു. ഒരു സംഗീത സ്റ്റാഫിൽ എന്നതുപോലെ സരി ഗമ പധ നിസ 7 നോട്ടുകളാണ്. ആ 7 നോട്ടുകൾ, ഓരോ നോട്ടും പൊക്കത്തിലേക്ക് അതിൻ്റെ ട്യൂണ് ഉയർന്നു പോകുന്നത് പോലെ ദൈവം എല്ലാം സൃഷ്ടിച്ചത് ഒരു ക്രമത്തിലാണ്. പ്രഭാതം വന്നു, വൈകുന്നേരം വന്നു 1-ാം ദിവസം, പ്രഭാതം വന്നു, വൈകുന്നേരം വന്നു 2-ാം ദിവസം, അങ്ങനെ ഓരോ ദിവസവും മുന്നോട്ടു പോയി എല്ലാം സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ ഒരു സൊപ്രാനോ താളത്തിൽ എല്ലാം നല്ലതെന്ന് ദൈവം കണ്ടു. സൃഷ്ടി ആരംഭിക്കുന്നത് വെളിച്ചത്തോടെയാണ്. സൂര്യനിൽ നിന്നോ ചന്ദ്രനിൽ നിന്നോ അല്ല, മറിച്ച് ദൈവത്തിൽ നിന്നാണ് ആദ്യത്തെ പ്രകാശം വരുന്നത്. 2 വലിയ പ്രകാശങ്ങളായ സൂര്യനും ചന്ദ്രനും സൃഷ്ടിക്കപ്പെട്ടത് 4-ാം ദിവസമാണ്. 1-ാം ദിവസം ഒരു വെളിച്ചമുണ്ടായി. ആ വെളിച്ചം എവിടെ നിന്ന് വരുന്നു? വെളിപാട് പുസ്തകത്തിൽ നമുക്ക് കാണാം, നഗരത്തിന്മേൽ പ്രകാശിക്കാൻ സൂര്യൻ്റെയോ ചന്ദ്രൻ്റെയോ പ്രകാശത്തിന് ആവശ്യമില്ല. കാരണം ദൈവത്തിൻ്റെ മഹത്വം അതിനെ പ്രകാശിപ്പിക്കുന്നു. ദൈവം തന്നെയാണ്, കുഞ്ഞാടാണ് അതിൻ്റെ വെളിച്ചം. വെളിപാട് 21-23. അപ്പോൾ പരിശുദ്ധ ത്രിത്വത്തിലെ 2ാമത്തെ വ്യക്തിയായ വചനം, പിതാവിൻ്റെ സ്വരം, വചനം എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ സൂര്യനാണ്. ഒരു സംഗീതക്കുറിപ്പിൽ എന്നതുപോലെ ഇടങ്ങൾക്കും വരികൾക്കുമിടയിൽ എല്ലാ സംഗീത സംഘത്തെയും വർദ്ധിപ്പിക്കാനും പ്രയോഗം നടത്താനും കഴിവുള്ള പൂർണ്ണ യോജിപ്പിൽ ഉയരുന്ന 7 കുറിപ്പുകളുണ്ട്. അതുപോലെ ദൈവം സസ്യേതര വസ്തുക്കൾ മുതൽ സസ്യജന്തുജാലങ്ങൾ വരെയും, സസ്യജന്തുജാലങ്ങൾ മുതൽ മൃഗങ്ങൾ വരെയും, ഒടുവിൽ മൃഗം മുതൽ മനുഷ്യൻ വരെയും തൻ്റെ പ്രതിച്ഛായയും സാദൃശ്യവുമായ മനുഷ്യനെ അവസാനം സൃഷ്ടിച്ചു. ഓരോ ജീവജാലത്തിലും വിത്തുകൾ, ഫലഭൂയിഷ്ഠിത, സമയത്തിലും സ്ഥലത്തിനും പെരുകാനുള്ള കഴിവ് എന്നിവ അടങ്ങിയിരിക്കുന്നു. 1986 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ഒരു ജൂത എഴുത്തുകാരൻ എലി വീസൽ പറഞ്ഞത് ഇങ്ങനെയാണ്: ഭൂമിയിൽ മാലാഖമാർ മറന്നുപോയ യാക്കോബിന്റെ ഗോവണിയാണ് സംഗീതം. ഈ സംഗീത സ്കെയിലിലെ സ്വരങ്ങൾ ദൈവത്തിന്റെ മാലാഖമാരാണ്. മനോഹരമല്ലേ? ഇനി നമ്മൾ അല്പം കൂടി മുന്നോട്ട് പോകാം. എന്തുകൊണ്ടാണ് നമ്മൾ സൃഷ്ടി ആഘോഷിക്കുന്നത്? നമ്മൾ പറഞ്ഞു, ഈശോയുടെ മനുഷ്യാവതാരവും പുനരുത്ഥാനവും നമ്മൾ ഘോഷിക്കുന്നെങ്കിൽ അതിന് കാരണം സൃഷ്ടിയാണ്. ഈ വർഷം മുതൽ സൃഷ്ടിയുടെ രഹസ്യം ഒരു ആരാധനാ രഹസ്യമായി നമ്മൾ ആഘോഷിക്കുന്നുവെന്ന് തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു. ആഗോള തലത്തിലെ എവിടെയെല്ലാം ലാറ്റിൻ സഭകളുണ്ടോ അവിടെയെല്ലാം ആഘോഷിക്കുവാനാണ് പാപ്പ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒരു രഹസ്യം ആരാധനാക്രമം ആകണമെങ്കിൽ, അതൊരു ലിറ്റർജി ആകണമെങ്കിൽ അതൊരു ക്രിസ്തുവിൻ്റെ രഹസ്യമായിരിക്കണം. ക്രിസ്തുവിൻ്റെ അവതാരം, മരണം, പുനരുത്ഥാനം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. കൂടാതെ അത് നമ്മുടെ വിശ്വാസ പ്രമാണത്തിൻ്റെ ഭാഗവും ആയിരിക്കണം. തീർച്ചയായും നമ്മുടെ വിശ്വാസ പ്രമാണത്തിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു: ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിൻ്റെ സൃഷ്ടാവായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ യേശുവിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ പറയുന്നു: ദൈവത്തിൻ്റെ ഏകജാതൻ, എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവൻ, പിതാവിനോടൊപ്പം സൃഷ്ടിക്കപ്പെട്ടവനല്ല, അവനിലൂടെ എല്ലാം സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായി നമുക്ക് വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു. അതുകൊണ്ട് സൃഷ്ടി എന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. ക്രിസ്മസും ഈസ്റ്ററും നമ്മൾ ആഘോഷിക്കുന്നെങ്കിൽ അതിന് കാരണം ആദ്യം ഒരു സൃഷ്ടിയുണ്ട് എന്നതാണ്. വിശുദ്ധ തിരുവെഴുത്തിന്റെ വെളിച്ചത്തിൽ നമുക്കിത് അല്പം കൂടി നന്നായി മനസ്സിലാക്കാം. കൊളോസ്യർക്കാർക്കുള്ള ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ ഇങ്ങനെ പറയുന്നു: അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിരൂപമാണ്, എല്ലാ സൃഷ്ടികളുടെയും ആദ്യജാതൻ. അവനിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ദൃശ്യവും അദൃശ്യവുമായ എല്ലാം സൃഷ്ടിക്കപ്പെട്ടു. എല്ലാം അവനിലൂടെയും അവനു വേണ്ടിയും സൃഷ്ടിക്കപ്പെട്ടു. അവൻ എല്ലാത്തിനും മുമ്പാണ്, അവനിൽ എല്ലാം ഒന്നിച്ചു നിൽക്കുന്നു. കൊളോസ്യർ 1:15-17.
യോഹന്നാൻ സുവിശേഷകൻ തന്റെ സുവിശേഷം ആരംഭിക്കുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട്: ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആദിയിൽ അവൻ ദൈവത്തോടു കൂടിയായിരുന്നു. സകലവും അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു. അവൻ ലോകത്തിലായിരുന്നു, ലോകം അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു. പാപം സൃഷ്ടിയുടെ ഭംഗി നശിപ്പിക്കുന്നു. എന്നാൽ ഈ നഷ്ടപ്പെട്ടു പോയതിനെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരണമെന്ന് നമുക്കറിയില്ല. കുശവന്റെ കയ്യിൽ മണ്ണിരിക്കുമ്പോൾ അത് ശരിക്കും വന്നില്ലെങ്കിൽ വീണ്ടും അതിനെ ഒന്നുകൂടി രൂപപ്പെടുത്തിയെടുക്കാൻ കുശവന് മാത്രമേ കഴിയൂ. അതുണ്ടായി വിൽപ്പനയ്ക്ക് പോയാൽ പിന്നെ പൊട്ടിയാൽ പൊട്ടി. കുശവന്റെ കയ്യിലിരിക്കുന്നിടത്തോളം സമയം ആ മണ്ണ് എങ്ങനെയും മാറ്റി വീണ്ടും അതിനെ റീക്രിയേഷൻ ചെയ്യാം എന്ന് പറഞ്ഞതുപോലെ സൃഷ്ടാവായ പിതാവിന് തൻ്റെ കയ്യിൽ നിന്നും പുറത്തു വന്ന സൃഷ്ടിയെ മാത്രമല്ല സൃഷ്ടിക്കപ്പെട്ടതെല്ലാം പുനഃസ്ഥാപിക്കുകയും ചെയ്തു. നമ്മെ ഏൽപ്പിച്ച ദൗത്യം സൃഷ്ടിയെ പരിപാലിക്കുക, വളർത്തുക, സന്തുലിതാവസ്ഥയിൽ നിലനിർത്തുക എന്നുള്ള നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ നോക്കിയില്ല. അത് കർത്താവ് തൻ്റെ ജനനത്തിലൂടെയും മരണത്തിലൂടെയും നമുക്ക് വീണ്ടും തരികയാണ് ചെയ്യുന്നത്. പിതാവിൻ്റെ നിത്യവചനമായ യേശു ജനിച്ചപ്പോൾ ആ പുൽത്തൊട്ടിക്ക് ചുറ്റിനും സൃഷ്ടി മൊത്തം ആ കുഞ്ഞിനെ സ്വീകരിക്കുന്നതായി നമുക്ക് കാണാം. അവിടെ മാലാഖമാരുണ്ടായിരുന്നു, മൃഗങ്ങളുണ്ടായിരുന്നു, നക്ഷത്രങ്ങളുണ്ടായിരുന്നു, ധനികരും ദരിദ്രരും, ജ്ഞാനികളും ഇടയന്മാരും, മാലാഖമാരുടെയും ജീവജാലങ്ങളുടെയും പാട്ടുകൾ, അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട എല്ലാം ഈ കുഞ്ഞിന് ചുറ്റുപറ്റി ആ പുൽത്തൊട്ടിക്ക് ചുറ്റിനുമുണ്ടായിരുന്നു. യേശുവിൻ്റെ മരണസമയത്തും പുനരുത്ഥാന സമയത്തും നമുക്കിത് തന്നെ കാണാം. 6-ാം മണിക്കൂർ മുതൽ 9-ാം മണിക്കൂർ വരെ ഭൂമിയിലെങ്ങും ഒരിരുട്ട് വ്യാപിച്ചുവെന്ന് മർക്കോസ് സുവിശേഷകൻ പറയുന്നു. ദൈവാലയത്തിന്റെ തിരശ്ശീല മുകളിൽ നിന്ന് താഴേക്ക് രണ്ടായി കീറി. മർക്കോസ് 15:38. കാലത്തിൻ്റെയും സ്ഥലത്തിൻ്റെയും നിയമത്തിനു പുറത്ത് സാധാരണയ്ക്കപ്പുറമുള്ള രണ്ട് പ്രതിഭാസങ്ങൾ അങ്ങനെ മരണത്തിലും പുനരുത്ഥാനത്തിലും സംഭവിക്കുന്നത് നമുക്ക് കാണാം. അതുപോലെ തന്നെ ഉത്ഥാന സമയത്ത് കല്ലറ തുറന്നു, പാറകൾ മാറുന്നു. ഒരു മാലാഖ അവിടെ ഇരുന്ന് പറഞ്ഞു, അവൻ ഉയർത്തെണീറ്റുവെന്ന്. സ്ത്രീകൾ രാത്രിയിൽ ഖബറിടത്തിലേക്ക് ഓടി. ഉൽപ്പത്തി 3-ലെ പൂന്തോട്ടത്തിൽ ദൈവവും ആദ്യ മാതാപിതാക്കളും നടന്നതുപോലെ ഉത്ഥാനത്തിന്റെ പൂന്തോട്ടത്തിൽ 3 സ്ത്രീകൾ ഉത്ഥിതനായ ഈശോയെ കണ്ടുമുട്ടുന്നു. മഗ്ദലേന മറിയം ആ പാദങ്ങളിൽ സാഷ്ടാംഗം വീണ് ആരാധിക്കുന്നു. ഏദൻ തോട്ടത്തിൽ മനുഷ്യനും സ്ത്രീയും ദൈവത്തെ കണ്ട് ഒളിച്ചിരുന്നെങ്കിൽ ഇവിടെ അത് പുനരുദ്ധരിച്ചുകൊണ്ട് അവൾ ഈശോയുടെ പാദത്തിങ്കൽ ആരാധിച്ച് അവൻ ദൈവമാണെന്ന് ഏറ്റുപറയുന്നു. ക്രിസ്മസും ഈസ്റ്ററിനും മാത്രമല്ല, വർഷം മുഴുവനും ആരാധനാക്രമത്തിലുടനീളം നാം ശ്രദ്ധിച്ചാൽ നമ്മൾ സൃഷ്ടിയെ ഗൗരവമായി വളരെ ഭക്തിയോടെ ഓർക്കുന്നത് നമുക്ക് കാണാം. ഞായറാഴ്ചകളിലും എല്ലാ പെരുന്നാളുകളിലും ആഘോഷങ്ങളിലും ദൈവത്തെ സ്തുതിക്കാൻ എല്ലാ സൃഷ്ടികളെയും ക്ഷണിച്ചുകൊണ്ട് ആണ് നമ്മൾ ദാനിയേലിൻ്റെ ആ ഗാനം ആലപിക്കുന്നത്. ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സൃഷ്ടികളെ നമ്മുടെ സ്തുതിപ്പുകളോടൊപ്പം ദൈവം സൃഷ്ടിച്ച ഓരോ എലമെൻറ്റിനെയും നമ്മൾ ഇൻവിറ്റേഷൻ ചെയ്യുകയാണ് നമ്മളോടൊപ്പം ദൈവത്തെ ആരാധിക്കാൻ. കർത്താവിൻ്റെ പ്രവൃത്തികളെ കർത്താവിനെ സ്തുതിക്കുവിൻ, കർത്താവിൻ്റെ സ്വർഗമേ കർത്താവിനെ സ്തുതിക്കുവിൻ, കർത്താവിൻ്റെ ദൂതന്മാരെ സ്വർഗത്തിലെ നിവാസികളെ ദൈവത്തെ സ്തുതിക്കുവിൻ, വെള്ളമേ ചന്ദ്രനെ സൂര്യനെ നക്ഷത്രങ്ങളെ ദൈവത്തെ സ്തുതിക്കുവിൻ, മഴയെ മഞ്ഞേ ശ്വാസമേ കാറ്റേ തീയേ ചൂടേ തണുപ്പേ കർത്താവിനെ സ്തുതിക്കുവിൻ, മഞ്ഞേ മഴയെ രാവും പകലും കർത്താവിനെ സ്തുതിക്കുവിൻ, വെളിച്ചവും ഇരുട്ടും കർത്താവിനെ സ്തുതിക്കുവിൻ, മിന്നലും മേഘവും കർത്താവിനെ വാഴ്ത്തുക, ദ്വീപുകളെ ഭൂമിയെ കർത്താവിനെ വാഴ്ത്തുക, പർവ്വതങ്ങളെ കുന്നുകളെ ദൈവത്തെ വാഴ്ത്തുക, ഭൂമിയിലെ സസ്യങ്ങളെ ദൈവത്തെ വാഴ്ത്തുക, സമുദ്രങ്ങളെ നദികളെ കർത്താവിനെ വാഴ്ത്തുക, നീരുറവകളെ തിമിംഗലവും മത്സ്യങ്ങളും കർത്താവിനെ വാഴ്ത്തട്ടെ, ആകാശത്തിലെ പക്ഷികളെ മൃഗങ്ങളെ ആട്ടിൻകൂട്ടങ്ങളെ കർത്താവിനെ വാഴ്ത്തുക, അത് കഴിഞ്ഞ മനുഷ്യപുത്രന്മാരെ കർത്താവിനെ വാഴ്ത്തുക, ഇസ്രായേൽ മക്കളെ കർത്താവിനെ വാഴ്ത്തുക, പുരോഹിതന്മാരെ കർത്താവിൻ്റെ ദാസന്മാരെ കർത്താവിനെ വാഴ്ത്തുക, നീതിമാന്മാരുടെ ആത്മാക്കളെ കർത്താവിനെ വാഴ്ത്തുക, വിശുദ്ധരും എളിമയുള്ളവരുവേ കർത്താവിനെ വാഴ്ത്തുക. അങ്ങനെ എല്ലാ പ്രാർത്ഥനകളും തന്നെ സൃഷ്ടാവായ ദൈവത്തെ ആരാധിക്കാൻ വരൂ. കാരണം അവനാണ് എല്ലാം സൃഷ്ടിച്ചത്, അവനാണ് എല്ലാത്തിൻ്റെയും ആദ്യജാതൻ എന്ന് നമ്മൾ ആരാധനാക്രമത്തിൽ തുടർച്ചയായി പാടുകയും സ്തുതിക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ ആരാധനാക്രമം. അതുപോലെ തന്നെ
നമ്മൾ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും പാടുന്ന സ്തുതിഗീതങ്ങൾ, സ്തുതിഗീതങ്ങൾ മിക്കവാറും എല്ലാം സൃഷ്ടികളെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നത്. ഈ സ്തുതിഗീതങ്ങളുടെ ഘടന എല്ലായ്പ്പോഴും തന്നെ ഒന്ന് തന്നെയാണ്. ആദ്യ സൃഷ്ടിയെ ഓർക്കുന്നു, അത് കഴിഞ്ഞ് നമ്മുടെ അശ്രദ്ധയ്ക്ക് നമ്മൾ ക്ഷമ ചോദിക്കുന്നു, പിന്നീട് മനുഷ്യാവതാരത്തിൻ്റെയും വീണ്ടെടുപ്പിൻ്റെയും രഹസ്യത്തിൽ നമ്മൾ എല്ലാം പുതുവൽക്കരിക്കാനായി ദൈവത്തോട് ചോദിക്കുന്നു. ദൈവം എഴുതിയ ആദ്യത്തെ പുസ്തകമാണ് പ്രകൃതി എന്ന് വിശുദ്ധ അഗസ്തീൻ പറഞ്ഞു. അതിൽ അവൻ്റെ ജ്ഞാനവും ശക്തിയും അടങ്ങിയിരിക്കുന്നു. അതിനാൽ നിരീശ്വരവാദിയാണെന്ന് അവകാശപ്പെടുന്ന ഒരാൾക്ക് പോലും പ്രകൃതിയുടെ നിഗൂഢതയെക്കുറിച്ച് ധ്യാനിക്കുകയാണെങ്കിൽ ദൈവത്തിൽ എത്തിച്ചേരാൻ പറ്റും. 1923 ചൈനയിലെ ഓർഡോസ് മരുഭൂമിയിൽ പരിശുദ്ധ ബലി അർപ്പിക്കാൻ കഴിയാതെ വന്നപ്പോൾ ലോകത്തെ മൊത്തം ബലിപീഠമായി സമർപ്പിച്ച് കുർബാനയർപ്പിച്ച ഒരു ജെസ്യൂട്ട് ഫാദറാണ് തെയ്ലാർഡ് ഷെർദൻ. ആഴത്തിലുള്ള ഒരു ദൈവിക അനുഭവമാണ് മണലാരുണ്യത്തിൽ ലോകത്തെ തൻ്റെ അൾത്താരയായും സൃഷ്ടിയിലെ ഓരോ എലമെൻറ്റും തൻ്റെ കുർബാനയുടെ അപ്പവും വീഞ്ഞുമായും സമർപ്പിച്ചുകൊണ്ടാണ് ഡി ഷാർദൻ ആ ബലി അർപ്പിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം തന്നെ ഇങ്ങനെ എഴുതുന്നു തൻ്റെ ഒരു പ്രാർത്ഥനയിൽ: കർത്താവ്, ഏഷ്യയിലെ ഈ മണലാരുണ്യത്തിൽ എനിക്ക് അപ്പമോ വീഞ്ഞോ ബലിപീഠമോ ഇല്ല. നിന്റെ പുരോഹിതനായി ഞാൻ മുഴുവൻ ഭൂമിയുടെയും ബലിപീഠത്തിൽ ലോകത്തിൻ്റെ കഷ്ടപ്പാടും അധ്വാനവും കണ്ണുനീരും ഞാൻ സമർപ്പിക്കുന്നു. നിന്റെ ആകർഷണത്താൽ ചലിച്ച സൃഷ്ടി ഈ പുതിയ പ്രഭാതത്തിൽ നിനക്ക് സമർപ്പിക്കുന്ന ഈ മുഴുവൻ സൃഷ്ടിയെയും നീ സ്വീകരിക്കുക. ഈ ദിവസം മുളയ്ക്കുകയും വളരുകയും പൂക്കുകയും പക്വത പ്രാപിക്കുകയും ചെയ്യുന്ന എല്ലാ ജീവജാലങ്ങൾക്കും മുകളിൽ നിന്റെ വചനം, സ്വരം അയക്കുക. എന്നിട്ട് പറയുക, ഇതാണ് എൻ്റെ ശരീരം. അതുപോലെ തന്നെ ഈ ദിവസം ദ്രവിക്കാനും വാടിപ്പോകാനും കൊയ്യാനും മരണത്തിന് തയ്യാറെടുക്കുകയും ചെയ്യുന്ന എല്ലാ സൃഷ്ടിയുടെയും മേൽ നിന്റെ വചനത്തെ അയക്കുക. എന്നിട്ട് കൽപ്പിക്കുക, ഇതാ എൻ്റെ രക്തം. വളരെ മനോഹരമല്ലേ? വിശുദ്ധ ഫ്രാൻസിസ് പിതാവ് മരിക്കുന്നതിന് ഏതാനും മാസം മുമ്പ് 1225 സൃഷ്ടിജാലങ്ങളെ മൊത്തം നോക്കി രചിച്ച ഒരു കാൻറ്റിക്കിൾ ഉണ്ട്. ഈ വർഷം 2025 ഫ്രാൻസിസ്കൻ ഫാമിലി മൊത്തം 800 വർഷം ആഘോഷിക്കുകയാണ് ഈ കാൻറ്റിക്കിളിന്. ഫ്രാൻസിസ് പിതാവ് ഓരോ സൃഷ്ടിയെയും എൻ്റെ സഹോദര, എൻ്റെ സഹോദരി എന്ന് വിളിച്ചുകൊണ്ടാണ് ദൈവത്തെ സ്തുതിക്കുന്നത്. ഫ്രാൻസിസ് പിതാവ് പറയുമായിരുന്നു, എന്നെ സൃഷ്ടിച്ച അതേ ദൈവം തന്നെയാണ് ഈ ജീവജാലങ്ങളെയും സൃഷ്ടിച്ചതെങ്കിൽ, നമ്മുടെ എല്ലാവരുടെയും ഒരേ അപ്പൻ തന്നെയാണെങ്കിൽ നമ്മളെല്ലാവരും സഹോദരങ്ങളാണ്. അതുകൊണ്ടാണ് സൂര്യനും ചന്ദ്രനും വൃക്ഷങ്ങളും മരങ്ങളും മൃഗങ്ങളുമെല്ലാം എൻ്റെയും സഹോദരങ്ങളായത് എന്ന്. സഹോദരൻ സൂര്യൻ, സഹോദരി ചന്ദ്രൻ, കാറ്റ് സഹോദരൻ, വെള്ള സഹോദരി, സഹോദരൻ അഗ്നി, സഹോദരിയും അമ്മയുമായ എൻ്റെ ഭൂമി. ഇങ്ങനെ സൃഷ്ടിയിലുള്ള ഓരോ ജാലങ്ങളെയും സഹോദരൻ, സഹോദരി എന്ന് വിളിച്ചുകൊണ്ടാണ് ഫ്രാൻസിസ് പിതാവ് ഈ കാൻറ്റിക്കിൾ രചിച്ചിരിക്കുന്നത്. അത് ഏകദേശം ഇങ്ങനെയാണ്: എൻ്റെ കർത്താവേ, നിനക്ക് സ്തുതി. പകൽ സമയത്ത് വെളിച്ചം കൊണ്ടുവരുന്ന എൻ്റെ സഹോദരൻ സൂര്യനെ ഓർത്ത് നിനക്ക് നന്ദി. രാത്രിയിൽ വെളിച്ചം തരുന്ന സഹോദരി ചന്ദ്രനെയും ആകാശത്തിലെ നക്ഷത്രങ്ങളെയും ഓർത്ത് നിനക്ക് സ്തുതി. എൻ്റെ സഹോദരനായ കാറ്റിനെയും മേഘാവൃതവും തെളിഞ്ഞതുമായ വായുവിനെയും ആകാശത്തെയും അതിലുള്ള എല്ലാ ജീവജാലങ്ങളെയും ഞങ്ങൾക്ക് ഭക്ഷണം തരുന്ന ഓരോ ഋതുവിനെയും ഓർത്ത് നിനക്ക് സ്തുതി. അതുപോലെ തന്നെ ഏറ്റവും ഉപയോഗപ്രദവും എളിമയുമുള്ളതും വിലയേറിയതും ശുദ്ധവുമായ സഹോദരി ജലത്തിനെ ഓർത്ത്, രാത്രിയിൽ പ്രകാശം തരുന്ന സുന്ദരനും സന്തോഷവാനും കരുത്തറ്റവനുമായ അഗ്നിയെ ഓർത്ത് നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങളെ ഭക്ഷണം തന്ന് നിലനിർത്തുന്ന സഹോദരിയും മാതാവുമായ ഭൂമിയെ ഓർത്ത് നിനക്ക് സ്തുതി. അവൾ വർണ്ണാഭമായ പൂക്കളും സസ്യങ്ങളും വൈവിധ്യമാർന്ന പഴങ്ങളും തന്ന് ഞങ്ങളെ സന്തോഷിപ്പിക്കുന്നതിനെ ഓർത്ത് നിനക്ക് സ്തുതി. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, വിശുദ്ധ ഫ്രാൻസിസ് എല്ലാ സൃഷ്ടികളോടും പൂർണ്ണമായ ഐക്യത്തോടെ ജീവിക്കുകയും ഓരോ സൃഷ്ടിയിലും പ്രകടമാകുന്ന ദൈവത്തിൻ്റെ നന്മയും കരുണയും കണ്ട് സ്പർശിച്ച് ധ്യാനിച്ച് രചിച്ച ഫ്രാൻസിസ് പിതാവ്
പഞ്ചക്ഷതങ്ങൾ കിട്ടിയതിന് ശേഷം സ്നേഹിക്കപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് എപ്പോഴും കരഞ്ഞുകൊണ്ട് നടക്കുകയും അതുകൂടാതെ ഒരു നേത്ര ശസ്ത്രക്രിയ നടത്തുകയും ചെയ്തതിനാൽ ഫ്രാൻസിസ് പിതാവ് വളരെയധികം ക്ഷീണിതനായി ഒട്ടും കണ്ണു കാണത്തില്ലാതെ ഇരുന്ന ഒരവസരത്തിലാണ് ഈ കാൻറ്റിക്കിൾ ഓഫ് ക്രീച്ചേഴ്സ് ഫ്രാൻസിസ് പിതാവ് എഴുതുന്നത്. പകൽ സമയത്ത് സ്വാഭാവിക വെളിച്ചമോ രാത്രിയിൽ തീയുടെ തിളക്കമോ സഹിക്കാൻ കഴിയാതെ അദ്ദേഹം വീട്ടിലും തൻ്റെ സെല്ലിലും ഇരുട്ടിൽ കഴിഞ്ഞ് ഒരു സമയം. മാത്രമല്ല പകലും രാത്രിയും അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ അസഹനീയമായ വേദന അനുഭവപ്പെട്ടിരുന്നു. ഇത് അദ്ദേഹത്തിന് വിശ്രമിക്കാനോ ഉറങ്ങാനോ പറ്റാതെ ശരീരത്തെ ആക്രമിച്ചുകൊണ്ടിരുന്ന സമയത്താണ്. അതായത് കണ്ണുകൾ കൊണ്ട് ഒന്നും കാണാൻ പറ്റാത്ത അവസരത്തിൽ പണ്ട് കണ്ടതിനെ ഓർത്ത് ഫ്രാൻസിസ് ഈ സംഗീതം എഴുതിയത്. ഇത് നമുക്കൊരു പാഠമാണ്. വാർദ്ധക്യം, രോഗം അല്ലെങ്കിൽ മറ്റ് സമാനമായ സാഹചര്യങ്ങൾ നമ്മെ ഉപയോഗശൂന്യമായ ഒരവസ്ഥയിലേക്ക് കടത്തിവിട്ടാൽ, നമ്മുടെ ശാരീരിക ശക്തി നഷ്ടപ്പെടുമ്പോൾ, ജീവിതം ഉപയോഗശൂന്യമെന്ന് നമുക്ക് തോന്നുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മളൊരു ഭാരമാണെന്ന്, എനിക്ക് മറ്റുള്ളവർക്കൊരു നന്മ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന നന്മ മറ്റുള്ളവർക്ക് കാണാൻ പറ്റുന്നില്ല, എന്തിന് ജീവിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഞാനൊരു ഭാരമാണല്ലോ എന്നൊക്കെയുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വന്നാൽ അന്ന് ഇതോർക്കുന്നത് നല്ലതാണ്. എന്തുമാത്രം നന്മകൾ ദൈവം നമ്മളിലൂടെ ചെയ്തു, നമുക്ക് ചെയ്യാൻ പറ്റി, കഷ്ടപ്പെട്ടാണെങ്കിലും ബുദ്ധിമുട്ടിയാണെങ്കിലും ഇവിടം വരെ ജീവിക്കാൻ ദൈവം നമ്മളെ അനുവദിച്ചല്ലോ എന്നോർത്ത്, ദൈവം തന്ന നന്മകളെ ഓർത്ത് നമ്മൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ജീവിതം മാത്രമല്ല, നമ്മുടെ ചുറ്റിനുമുള്ള ലോകത്തെ ഓർത്ത്, ലോകത്തിലുള്ള ഓരോ ഘടകങ്ങളെ ഓർത്ത്, രാത്രിയും പകലും സമയവും, വൃക്ഷങ്ങൾ, ചെടികൾ, പൂക്കൾ, മൃഗങ്ങൾ, ദൈവം എല്ലാറ്റിനെയും എങ്ങനെ പരിപാലിക്കുന്നു എന്നൊക്കെ ഓർത്ത് ധ്യാനിച്ച് ദൈവത്തെ എപ്പോഴും സ്തുതിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനുവേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അതുപോലെ തന്നെ ഈ സെപ്റ്റംബർ 1 മുതൽ ഒക്ടോബർ 4 വരെയുള്ള ഈ 33 ദിവസങ്ങൾ സഭ നമുക്ക് തരുന്നത് നമ്മുടെ പെരുമാറ്റങ്ങളെപ്പറ്റി ഒന്ന് ചിന്തിക്കാൻ കൂടിയാണ്. എങ്ങനെയാണ് നമ്മൾ ഈ ഗ്രഹത്തെ, ദൈവം നമുക്ക് തന്ന ഗ്രഹത്തെ സൂക്ഷിക്കുന്നത്? നമ്മുടെ പൊതു നന്മയും ഭാവിയുടെ നന്മയും പരിഗണിക്കാതെ പലപ്പോഴും നമ്മുടെ സ്വന്തം താല്പര്യത്തിനായി പ്രകൃതിയെ നശിപ്പിക്കുകയും, അല്ലെ പ്രകൃതിയിലേക്ക് വേസ്റ്റുകൾ വാരിയിടുകയും, അല്ലെ അതിനോടുള്ള സ്നേഹം കാണിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്, ഇതെല്ലാം ദൈവം നമുക്ക് തന്നത് നമ്മളെ ഒരു കാവൽക്കാരനായി ഏൽപ്പിച്ചുകൊണ്ടാണ്. ദൈവം നമ്മളെ സൃഷ്ടിയുടെ കാവൽക്കാരനായിട്ടാണ് ഏൽപ്പിച്ചത്. ഉൽപ്പത്തിയുടെ 2-ാം അധ്യായത്തിലെ സൃഷ്ടി വിവരണത്തിൽ ഇങ്ങനെ പറയുന്നു: കർത്താവ് മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ പണിയെടുക്കാനും സൂക്ഷിക്കാനും അവിടെയാക്കിയെന്ന്. മനുഷ്യൻ ദൈവത്തിൻ്റെ പ്രതിച്ഛായയും സാദൃശ്യവുമാണെങ്കിൽ ദൈവം മനുഷ്യനെ എങ്ങനെ പരിപാലിക്കുന്നു, അതുപോലെ മനുഷ്യൻ സൃഷ്ടിയെ പരിപാലിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. അല്ലാതെ സൃഷ്ടിയുടെ കള്ളനോ സംഹാരകനോ ആയിട്ടല്ല, രക്ഷാധികാരിയായിട്ടാണ് സൃഷ്ടിയെ നമ്മൾ പരിപാലിക്കേണ്ടത്. വിശുദ്ധ കുർബാനയിൽ 4-ാമത്തെ ദിവ്യകാരുണ്യ പ്രാർത്ഥന ചെല്ലുമ്പോൾ പുരോഹിതൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു: നീ നിന്റെ സ്വരൂപത്തിൽ മനുഷ്യവർഗത്തെ സൃഷ്ടിച്ചു, മുഴുവൻ പ്രപഞ്ചത്തെയും അവരെ ഏൽപ്പിച്ചു. അങ്ങനെ അവരുടെ സൃഷ്ടാവായ നിന്നെ മാത്രം സേവിക്കുന്നതിലൂടെ അവർ എല്ലാ സൃഷ്ടികളെയും പരിപാലിക്കും. അതിനാൽ മനുഷ്യൻ മറ്റ് സൃഷ്ടികളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാനല്ല, അതിനെ പരിചരിച്ച് അതിൻ്റെ മേലുള്ള കണക്ക് ദൈവത്തെ ഏൽപ്പിക്കാനുള്ളവനാണ്. 2015 ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ തിരുനാൾ സ്ഥാപിച്ചപ്പോൾ കർദിനാൾ കന്തലമേസ അന്ന് വത്തിക്കാനിൽ നടത്തിയ ഒരു പ്രസംഗത്തിൽ ഇങ്ങനെ പറയുന്നു: ഇന്നത്തെ അറിയപ്പെടുന്ന ഒരു മുദ്രാവാക്യമാണ് ആഗോളതലത്തിൽ ചിന്തിക്കുക, പ്രാദേശികമായി പ്രവർത്തിക്കുക എന്നത്. ഉദാഹരണത്തിന്, അന്തരീക്ഷത്തെയും സമുദ്രങ്ങളെയും വനങ്ങളെയും മലിനമാക്കുന്നവരോട് ദേഷ്യപ്പെടുന്നതിൽ എന്തർത്ഥമുണ്ട്? ഒരു നദിയുടെയോ കടലിൻ്റെയോ തീരത്ത് ഒരു പ്ലാസ്റ്റിക് ബാഗ് എറിയാൻ ഞാൻ മടിക്കുന്നില്ലെങ്കിൽ അത് നൂറ്റാണ്ടുകളായി അവിടെ നിലനിൽക്കും. ഞാൻ റോഡുകളിലേക്കോ കാട്ടിലേക്കോ എവിടെയെങ്കിലും ഒരു വേസ്റ്റ് വലിച്ചെറിഞ്ഞാൽ, എൻ്റെ വീട്ടിൽ എനിക്ക് ശല്യമായ ഒരു മാലിന്യം അല്ലെങ്കിൽ വേസ്റ്റ് വലിച്ചെറിഞ്ഞാൽ, അല്ലെങ്കിൽ എൻ്റെ നഗരത്തിൻ്റെ ചുമരുകളിൽ ഞാൻ മാലിന്യം നിക്ഷേപിച്ചാൽ, വലിച്ചെറിഞ്ഞാൽ എന്ത് പ്രയോജനം? മറ്റുള്ളവരെ
വിമർശിച്ചുകൊണ്ട്. ഒരുപാട് ഭൂമിയുള്ളവർ അവരുടെ വയലുകളിലെ ഒരു പൂവിനെ നോക്കാനോ ധ്യാനിക്കാനോ ദൈവത്തെ സ്തുതിക്കാനോ അവർക്ക് സമയമുണ്ടോ? ഒരിക്കൽ വിശുദ്ധ ഫ്രാൻസിസ് പിതാവിൻ്റെ സഹോദരങ്ങൾ ഒരു മരം മുറിച്ചപ്പോൾ പുതിയ മുള ഉണ്ടാകുന്നതിനായി ഫ്രാൻസിസ് പിതാവ് അവരെ കൊണ്ട് മുഴുവൻ മരവും മുറിപ്പിച്ചില്ല. പൂന്തോട്ടത്തിൻ്റെ അരികുകൾ കൃഷി ചെയ്യാതെ വിടാൻ അദ്ദേഹം അവരോട് പറയുമായിരുന്നു. അങ്ങനെ യഥാസമയം സസ്യങ്ങളുടെ പച്ചപ്പും പൂക്കളുടെ മഹത്വവും എല്ലാ സൃഷ്ടികളും പിതാവിൻ്റെ നന്മ പാടും. എത്രയോ പ്രാവശ്യം ഫ്രാൻസിസ് പിതാവ് വഴികളിൽ നിന്നു പുഴുക്കളെ പോലും അവനെ ചവിട്ടി മെതിക്കാതിരിക്കാൻ എടുത്ത് വഴിയരികിൽ വയ്ക്കുമായിരുന്നു. ഫ്രാൻസിസ് എല്ലാവരെയും സഹോദരനെന്നും സഹോദരി എന്നുമാണ് വിളിച്ചതെന്ന് നമ്മൾ പറഞ്ഞു. ചെന്നായി പോലും അവൻ്റെ സഹോദരനായിരുന്നു. എല്ലാവരുമായി മനോരഞ്ജനപ്പെട്ട ഒരു മനുഷ്യന് മാത്രമേ എല്ലാവരെയും ശത്രുവെന്ന് കാണാതെ സ്നേഹിക്കാനും ആലിംഗനം ചെയ്യാനും പറ്റൂ. ഏശയ്യാ പ്രവാചകൻ മിശിഹ കാലത്തെക്കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ പറയുന്നു. ഏശയ്യാ 11:6-9. അപ്പോൾ ചെന്നായ് കുഞ്ഞാടിനോടൊപ്പം പുള്ളിപ്പുലി കുട്ടിയാനയോടൊപ്പവും കിടക്കും. പശുക്കിടാവും യുവസിംഹവും കുഞ്ഞാടും ഒരുമിച്ച് കിടക്കും. ഒരു ചെറിയ കുട്ടി അവയെ നയിക്കും. പശുവും കരടിയും ഒന്നിച്ച് മേയും. അവയുടെ കുഞ്ഞുങ്ങൾ ഒരുമിച്ച് കിടക്കും. സിംഹം കാളയെപ്പോലെ പരുക്കൻ ഭക്ഷണം കഴിക്കും. മുല കുടിക്കുന്ന ശിശു മൂർഖന്റെ മാളത്തിനരികെ കളിക്കും. കൊച്ചുകുട്ടി അണലിയുടെ മാളത്തിൽ കൈവയ്ക്കും. എൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ ആരും ഒരു ദോഷമോ നാശമോ വരുത്തുകയില്ല. കാരണം വെള്ളം സമുദ്രത്തെ മൂടുന്നത് പോലെ ഭൂമി കർത്താവിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അതായത് മിശിഹ വന്നു കഴിയുമ്പോൾ മിശിഹാനുഭവം ഉള്ളവർക്ക് ഒന്നും ശത്രുവല്ല. എല്ലാവരുമായിട്ടും സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും ജീവിക്കാൻ പറ്റും. സൃഷ്ടിജാലങ്ങളോടും മനുഷ്യരോടും സ്നേഹത്തിൽ ജീവിക്കാൻ അവർക്ക് സാധിക്കും. വിശുദ്ധ ഫ്രാൻസിസ് ഒരു മിശിഹായിക കാലത്തെ മനുഷ്യനാണ്. അതിനാൽ എല്ലാവരും, ചെന്നായി പോലും അവൻ്റെ സഹോദരനായിരുന്നു. എല്ലാവരോടും സമാധാനത്തിലും ഐക്യത്തിലും ജീവിക്കാൻ പറ്റി. പഴയ നിയമത്തിൽ ഇസ്രായേൽക്കാർ ജൂബിലി ആഘോഷിക്കുമ്പോൾ അവർ ദേശത്തിന് വിശ്രമം നൽകുമായിരുന്നു. അടിമകളെ മോചിപ്പിച്ചിരുന്നു. അവരുടെ കടങ്ങൾ ക്ഷമിച്ചു വിട്ടിരുന്നു. ഇതെല്ലാം ദൈവത്തിൽ നിന്നും അവർക്ക് കിട്ടിയ നന്മയെ ഓർക്കാനും, ഒരിക്കൽ അവർ അടിമകളായിരുന്നു, ഇപ്പോൾ സ്വതന്ത്രരാണ്, അവർക്ക് കിട്ടിയ ഭൂമി ദൈവം ദാനമായി തന്നു, അവർക്ക് കിട്ടിയതെല്ലാം ദാനമാണ് എന്ന് മനസ്സിലാക്കാനും, അതുകൊണ്ട് മറ്റുള്ളവരോട് സ്നേഹത്തോടെ പെരുമാറാനുമുള്ള ഒരു അവസരമായിരുന്നു ജൂബിലി വർഷം. സഹോദരനെ സഹോദരനായി കാണാൻ, അടിമയെ തൻ്റെ സ്വന്തം സഹോദരനായി കാണാൻ ഉള്ള അവസരമായിരുന്നു ജൂബിലി വർഷം. അതുകൊണ്ട് ഈ ജൂബിലി വർഷം ഭൂമിയെയും ആകാശത്തെയും കടലിനെയും നോക്കി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സങ്കീർത്തകൻ പാടുന്നത് പോലെ എപ്പോഴും പാടാൻ നമുക്ക് ശ്രമിക്കാം. ദൈവമേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, നിന്നെ മഹത്വപ്പെടുത്തുന്നു. നിന്റെ കൈകളുടെ പ്രവൃത്തിയായ ആകാശത്തെയും നീ സ്ഥാപിച്ച ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഞാൻ നോക്കുമ്പോൾ മനുഷ്യനെ നീ ഓർക്കേണ്ടതിന് അവൻ ആരാണ്? മനുഷ്യപുത്രനെ നീ പരിപാലിക്കേണ്ടതിന് അവൻ എന്താണ്? നീ അവനെ മഹത്വവും ബഹുമാനവും കൊണ്ട് കിരീടമണിയിച്ചിരിക്കുന്നു. നിന്റെ കൈകളുടെ പ്രവൃത്തികളുടെ മേൽ നീ അവന് ആധിപത്യം നൽകിയിരിക്കുന്നു. ആടുകളും കന്നുകാലികളും ഒരു വ്യത്യാസവുമില്ലാതെ, കാട്ടുമൃഗങ്ങൾ പോലും, ആകാശത്തിലെ പക്ഷികളും സമുദ്രത്തിലെ മത്സ്യങ്ങളും സമുദ്രപാതകളിലൂടെ സഞ്ചരിക്കുന്ന സകലവും നീ അവൻ്റെ കാൽക്കീഴിലാക്കിയിരിക്കുന്നു. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഭൂമിയിലൊക്കെയും നിന്റെ നാമം എത്ര വലുതാണ്. സൃഷ്ടിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇതുവരെ നന്ദിയും സ്തുതിയും മാത്രമേ എനിക്കുള്ളൂ. അങ്ങനെ സങ്കീർത്തനോടുകൂടെ നമുക്ക് ഈ വർഷം പല പ്രാവശ്യം ദൈവത്തെ സ്തുതിക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ നമുക്ക് കുളിക്കുമ്പോൾ, എല്ലാ ആവശ്യങ്ങൾക്കും വെള്ളം ഉപയോഗിക്കുമ്പോൾ വിശുദ്ധ ഫ്രാൻസിസ് പിതാവിനെ പോലെ നമുക്ക് ആ സഹോദരിയായ വെള്ളത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. അതുപോലെ തന്നെ രാവിലെ സൂര്യപ്രകാശം ജനലിലേക്ക് കയറാൻ ജനൽ തുറക്കുമ്പോൾ ആ സൂര്യനെ നോക്കി ദൈവമേ നന്ദി എന്ന് പറയാം. ചന്ദ്രനെ നോക്കി ദൈവമേ നന്ദി സ്തുതി എന്ന് പറയാം. അതുപോലെ തന്നെ എല്ലാ ദിവസവും നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ സാധനത്തെ ഓർത്ത്, ചെടികളെ ഓർത്ത്, പൂക്കളെ ഓർത്ത്, മൃഗങ്ങളെ ഓർത്ത്, പക്ഷികളെ ഓർത്ത്, എല്ലാത്തിനെയും ഓർത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, ദൈവമേ നീ ഞങ്ങളുടെ സൃഷ്ടാവാണ്, ഞങ്ങളൊന്നുമല്ല, നീ ഞങ്ങളുടെ സൃഷ്ടാവാണ്, ഇതിലുള്ള എല്ലാ പൂർണ്ണതയും നിന്നിൽ നിന്ന് വരുന്നു
എന്നോർത്ത് ദൈവത്തെ സ്തുതിക്കാം. അതിനുള്ള സമയമാണ് സെപ്റ്റംബർ 1 മുതൽ ഒക്ടോബർ 4 വരെ. അതിനുവേണ്ടിയാണ് ഈ പുതിയ ലിറ്റർജി നമ്മളെ ആഹ്വാനം ചെയ്യുന്നത്. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. In the stars and in the breezes, air and fire and flowing water. Laudato si, oh mi Signore. 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 Thank you for the earth, our mother, she who feeds us and sustains us. For our fruits, our grass, our flowers, for the mountains and the oceans. Laudato si, oh mi Signore. 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 Praise for those who spread forgiveness, those who share your peace with others, bearing trials and sickness bravely, even sister death will help them. Laudato si, oh mi Signore. 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 Life is but a song of worship, and the reason for our singing is to praise you for the music. Join the dance of all creation. Laudato si, oh mi Signore. 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 Praise to you, our God and Father. Praise and thanks to you, Lord Jesus. Praise to you, most Holy Spirit. Life and joy of all creation. Laudato si, oh mi Signore. Laudato si, oh mi Signore. Laudato si, oh mi Signore.